ഈ ഇന്റർനെറ്റ് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ തന്നെ വലിയൊരു ആപത്തായി മാറിയേക്കാം. ഇന്ന് അത്തരത്തിൽ കാണിച്ചു തന്ന ഒരു സിനിമയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. 2021 പടം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെറ്റ് എന്നാണ് സിനിമയുടെ പേര്. ഭാഗവർ മർച്ചല്ല സംവിധാനം ചെയ്ത ചിത്രത്തില് രാഹുൽ രാമകൃഷ്ണനാണ് കേന്ദ്ര കഥാപാത്രത്തിൽ, അതായത് ടൈറ്റിൽ റോളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. സിനിമ കഥ പറയുന്നത് ലക്ഷ്മൺ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യമൊക്കെ ആദ്യം കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു അഡിക്ഷൻ ഉണ്ട്, വേറൊരു അഡിക്ഷനും അല്ല, അതൊരു ഫോൺ വീഡിയോ കാണുക എന്ന് പറയുന്ന ഒരു അഡിക്ഷനാണ് അദ്ദേഹത്തിനുണ്ട്. അത് എത്ര വിചാരിച്ചിട്ടും ഇദ്ദേഹത്തിന് മാറ്റാൻ സാധിക്കുന്നില്ല. അതേപോലെ അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്. അങ്ങനെ ഇവരുടെ ലൈഫിലൂടെയാണ് ഈ ഒരു സിനിമ ആരംഭിക്കുന്നത് തന്നെ. പുള്ളിക്കാരനൊരു മൊബൈൽ കടയൊക്കെ ഇട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു സംഭവം, അതിനെ തുടർന്നുണ്ടാകുന്ന വലിയൊരു ആപത്താണ് ഈ ഒരു സിനിമ പറഞ്ഞു വെക്കുന്നത്. സിനിമ ഒറ്റ വാക്കിൽ പറയാലോ, ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ത്രില്ലർ തന്നെയാണ്. സോ മടുപ്പിക്കാതെ തന്നെ ഈ 1.25 മണിക്കൂറോളം തന്നെ നമ്മളെ സ്ക്രീനിൽ തന്നെ പിടിച്ചിരുത്താനുള്ള എല്ലാ സംഗതികളും സിനിമ സമ്മാനിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടതാണ് ഈ രാഹുൽ രാമകൃഷ്ണന്റെ ആക്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റേഴ്സും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആരെയും കുറച്ചൊന്നും കാണാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. സിനിമ പറഞ്ഞു വെക്കുന്ന വിഷയം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം ഈ ഒരു കാലഘട്ടത്തില് അന്യരുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് ചാടുന്ന ചില ആളുകൾ, അതായത് ചില ആളുകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ കഥ പറഞ്ഞു പോകുന്നത്. സോ ഇത് കാണുന്ന ആളുകളൊക്കെ ചിലപ്പം നമ്മളും ഇങ്ങനെയൊക്കെ ആണെന്ന് നമുക്കൊന്ന് വിചാരിച്ചു പോകും. നമ്മൾ ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മളും ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചു പോകുന്ന ഒരു അവസ്ഥ നമ്മളിലേക്ക് എത്തും എന്നും നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സോ നല്ലൊരു എൻഡിങ്ങും ഈ സിനിമയ്ക്ക് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയത്, വീക്കായി തോന്നിയതിന്റെ സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. കാരണം ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ തന്നെ കഥ പറയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ മേക്കിങ്ങും കൊള്ളാന്നേ പറയാൻ സാധിക്കൂല. അത്ര വലിയ ഡിഫറെന്റ് ആയിട്ടൊന്നും മേക്കിംഗ് അനുഭവപ്പെട്ടില്ല. സോ അതിന്റെ ഒഴുക്കിനനുസരിച്ച്, സിനിമയുടെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പയ്യനെ ട്രാക്ക് മാറുന്നുണ്ട്. പിന്നെ ഈ ഒരു സിനിമ നല്ല രീതിയിലുള്ള അഡൽട്ട് രംഗങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വലുതായിട്ടില്ല, ചെറിയ ചെറിയ രംഗങ്ങളൊക്കെ ഉള്ളൂ. സോ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും ഡിഫറെന്റ് ആയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതൊക്കെ വേണം, അതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സോ സിനിമ 18+ ആണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഒരു വളരെ ഡിഫറെന്റ് ആയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു ത്രില്ലർ കണ്ട എക്സ്പീരിയൻസ് കിട്ടും. സോ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വ്യത്യസ്തമായ സിനിമകളുടെ റിവ്യൂ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.